ജാതിമത വർണ്ണതയില്ലാതെ എല്ലാവരെയും ഒരുപോലെ നെഞ്ചിലേറ്റിയ വെട്ടത്ത് പുതിയങ്ങാടിയുടെ ആശ്രയ കേന്ദ്രം എന്ന് അറിയപ്പെടുന്ന ഷേഖ് യാഹു അബ്ദുൽ ഖാദിർ റളിയല്ലാഹുവിന്റെ പഴം കൊണ്ടുണ്ടായ ഒരു അത്ഭുത ചരിത്രത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മമ്പുറം തങ്ങളുമായി വളരെ അടുത്ത ആത്മബന്ധമുണ്ടായിരുന്നു യാഹും തങ്ങൾ ഉപ്പാപ്പാക്ക്. തൻ്റെ അടുത്ത സുഹൃത്തും ഗുരുശ്രേഷ്ഠരുമായിരുന്നു. ഒരിക്കൽ മമ്പുറം സയ്യിദ് അലവി തങ്ങളുടെ അടുത്തേക്ക് ഒരു കർഷകൻ തൻ്റെ വാഴയിൽ പഴങ്ങൾ കായ്ക്കുന്നില്ല എന്ന സങ്കടം അറിയിക്കുവാനായി വന്നു. തങ്ങൾ പരിഹാരമാർഗം നിർദ്ദേശിക്കുകയും പഴങ്ങൾ കായ്ക്കുകയും ചെയ്തു. പിന്നീട് കർഷകൻ മമ്പുറം തങ്ങൾക്ക് മാത്രമായി നേർച്ചയാക്കിയ ഒരു വാഴത്തൈ നട്ടാലോ എന്ന് തോന്നുകയാണ്. പക്ഷേ ആ വാഴയിൽ മാത്രം വാഴപ്പഴം ഉണ്ടായില്ല. കർഷകൻ വീണ്ടും മമ്പുറം തങ്ങളെ സമീപിച്ചു. എൻ്റെ പഴം കുലച്ചത് ഭൂമിക്കടിയിലാണ്, വാഴയിലല്ല. വാഴയ്ക്ക് നടുവിലായി കുഴിക്കാതെ വാഴയ്ക്ക് ചുറ്റും കുഴിക്കുക എന്ന് മമ്പുറം തങ്ങൾ പ്രത്യേകം നിർദ്ദേശിച്ചു. അങ്ങനെ കുഴിച്ചു കിട്ടിയ നേർച്ചയാക്കിയ വാഴക്കുലയുമായി കർഷകൻ മമ്പുറത്തേക്ക് പോകും വഴിയിൽ വെച്ച് യാഹും തങ്ങളെ കാണാനിടയായി. പഴുത്തു പാകമായ വാഴക്കുലയിൽ നിന്ന് ഒരു പഴം യാഹും തങ്ങൾ ആവശ്യപ്പെട്ടെങ്കിലും നൽകാൻ ഉടമ തയ്യാറായില്ല. ഉടമ മമ്പുറം തങ്ങളെ സമീപിച്ചു ചെന്ന് പഴക്കുല നേരിട്ട് ഏൽപ്പിച്ചു. കുലയിൽ നിന്ന് ഒരു പഴം എടുത്ത് കഴിക്കാൻ വേണ്ടി തൊലി കലഞ്ഞപ്പോൾ പഴത്തിന്റെ അകം കാലിയായി കാണപ്പെട്ടു. പന്തികേട് മനസ്സിലാക്കിയ മമ്പുറം തങ്ങൾ ഉടമയോട് ചോദിച്ചു, ഇങ്ങോട്ട് വരുന്ന വഴിയിൽ പഴം ആവശ്യപ്പെട്ട് ആരെങ്കിലും താങ്കളെ സമീപിച്ചിരുന്നോ? കണ്ടാൽ ഭ്രാന്തനെന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഫക്കീർ എന്നോട് പഴം ആവശ്യപ്പെട്ടിരുന്നു, കൊടുക്കാൻ ഞാൻ തയ്യാറായില്ല എന്ന പഴത്തിന്റെ ഉടമയുടെ മറുപടി കേട്ട് യാഹും തങ്ങളെയാണ് വഴിയിൽ കണ്ടതെന്ന് മമ്പുറം തങ്ങൾക്ക് മനസ്സിലായി. താങ്കൾ ഇനി വഴിയിൽ കണ്ട യാഹും തങ്ങളെ നേരിൽ കണ്ട് കാര്യം പറഞ്ഞു ആവശ്യപ്പെട്ടു പഴം നൽകി തിരികെ വരിക എന്ന് മമ്പുറം തങ്ങൾ അയാളോട് ആവശ്യപ്പെട്ടു. നിർദ്ദേശിച്ച പ്രകാരം യാഹും തങ്ങൾ അടുത്ത് ചെന്നെത്തുകയും പഴക്കുല പഴയതുപോലെ ആവുകയും യാഹും തങ്ങൾക്ക് പഴം വേണ്ടിയോളം കൊടുക്കുകയും ചെയ്ത് കണ്ട് വിഷയം പരിഹരിച്ച് പഴക്കുലമായി വീണ്ടും മമ്പുറത്തേക്ക് മടങ്ങി. ഈ കറാമത്ത് ജനങ്ങളിൽ പ്രസിദ്ധമായതിനാലാവാം ഇന്നും ധാരാളം ആളുകൾ യാഹും തങ്ങളെ മക്കാമിലേക്ക് പഴക്കുലകൾ നീർച്ചയാക്കുന്ന രീതി നിലനിന്ന് വരുന്നത്. സമാനമായ നിരവധി കറാമത്തുകൾ യാഹും തങ്ങളുടെ ജീവിത ചരിത്രത്തിൽ ഉള്ളതായി എഴുതപ്പെട്ടിട്ടുണ്ട്. പുതിയങ്ങാടിയിലെ പഴത്തിൻ്റെ വിശേഷം അറിയാത്തവർക്കായി ഷെയർ ചെയ്യാനും നിങ്ങൾക്ക് അറിയാവുന്ന വിവരങ്ങൾ കമന്റ് ചെയ്യാനും ഓർക്കുമല്ലോ. ഇൻഷാ അല്ലാഹ് യാഹും തങ്ങൾ ചരിത്രം തുടർന്ന് കാണാനും അറിയാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുമല്ലോ.